സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. ഞാൻ ആലോചിക്കുകയായിരുന്നു ഇപ്പം നമ്മൾ ഈ ശബരിമല കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് പോലും ഒരു പാട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ഹിറ്റായി. എനിക്കിതൊക്കെ ഇഷ്ടമുള്ള ഒരാളായിട്ട് പോലും അത് എഴുതിയ ആളെയോ അത് സംഗീതം ചെയ്ത ആളെയോ അത് പാടിയ ആളെയോ ഒന്നും ഇതുവരെ അറിയത്തില്ല. പക്ഷെ ആ പാട്ടിന് പോലും ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിൻ ഊറ്റിയേ, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. യഥാർത്ഥത്തിൽ ഞങ്ങൾ അറിയത്തില്ല, ഇത് എഴുതിയ ആളെ അറിയില്ല, സംഗീതം ചെയ്ത ആളെ അറിയില്ല, പാടിയ ആളെ അറിയില്ല, പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളിലേക്ക് പറയാൻ പറഞ്ഞ കാര്യങ്ങളുടെ കാമ്പയിൻ 1 രൂപ ചെലവില്ലാതെ, മറുവശത്ത് ഗവൺമെന്റ് PR ഏജൻസികളെ കൊണ്ട് കോടിക്കണക്കിന് കോൺക്ലേവ്, വീഡിയോ, പത്രപരസ്യം, TV പരസ്യം, പിന്നെ ഉറുദു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു. ഉറുദുക്കാർ വന്ന് വോട്ട് ചെയ്യൂ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക്. 33 ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഉറുദു പത്രത്തിൽ വരെ പരസ്യം കൊടുത്തു. നല്ലത്, പത്രക്കാർക്ക് പരസ്യം കിട്ടട്ടെ. അപ്പൊ ഇത് കോടികൾ അവിടെ മുഴക്കുമ്പോൾ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പോലും അറിയാത്ത ആളുകൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാമ്പയിൻ മെറ്റീരിയൽസ് ആയിട്ട് അവർ വരികയാണ്. അതൊക്കെ നമുക്ക് ഉപയോഗമാവുകയാണ്, മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഉപയോഗമാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു വശത്ത് ഓർഗാനിക് ആയിരുന്നു. കാരണം ഞങ്ങൾ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളെ അത് ഏറ്റെടുക്കുമ്പോൾ അതിനൊരു ഓർഗാനിക് ആയിരുന്നു ആ മൂവ്മെന്റ്.